ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മുളക് കൃഷിയാണ്. മുളകിന് വളം കൊടുക്കുന്നതും അതുപോലെ തന്നെ മുളകിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ മുളകൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മുളക് വിളവെടുക്കുകയും അതോടൊപ്പം അതിന് വളം കൊടുക്കുകയും ചെയ്യാം. മുളക് നമുക്ക് നന്നായിട്ട് പഴുത്ത് കിടക്കുകയാണ്. ഈ പഴുത്ത മുളകെല്ലാം നമുക്കങ്ങ് വിളവെടുത്തേക്കാം. പച്ചമുളകൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ദിവസവും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക്. ഇതുപോലെ നമുക്ക് ഒരു 2 പച്ചമുളക് ചെടിയൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ മുളകൊക്കെ നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടോ, ഞങ്ങൾ പച്ചമുളകൊന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതേ ഇല്ല. ഞാനിതുപോലെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു കൊല്ലയുണ്ട്, ഇതിലേക്ക് മുളക് ഞാൻ ദിവസവും ഇതിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒത്തിരി മുളക് ഉള്ളത് കാരണം വിളഞ്ഞു കിടക്കുന്ന കാരണം ഇതാ പഴുത്തു പോകുന്നു. അതുകൊണ്ടാണ് ഇതിപ്പം നമ്മൾ വിളവെടുക്കുന്നത്. ഇനി മുളക് തൈയൊക്കെ കിട്ടാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പഴുത്ത മുളക് എടുത്തിട്ട് അത് കീറി അതിൽ നിന്ന് അരിയെടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്ന് പാകി കൊടുത്താലും നമുക്ക് നല്ല പച്ചമുളകിൻ്റെ തൈ കിളിർപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞാനിതുപോലെ പാകി കൊടുത്ത് കിളിർപ്പിച്ച മുളകിൻ്റെ തൈയാണ്. ഒരു വെറൈറ്റി ഇനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ കളറിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഇത് മുളകുണ്ടോ, ഒരു യെല്ലോ കളറാണ് ഈ മുളകിന് വരുന്നത്. ഇതും അതേ ഇനം തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ ഞാൻ പഴുത്ത മുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കിതെല്ലാം കൂടെ പറിച്ചു കൊണ്ട് വെച്ചാലും കേടായിപ്പോവും. ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് വന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ മുളകെല്ലാം പഴുത്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതിങ്ങനെ വിളവെടുക്കുന്നത്. ചെറിയ ചെറിയ വളപ്രയോഗങ്ങൾ കൊടുത്താൽ മതി, നമുക്ക് കൊല്ല നിറയെ മുളകുണ്ടാകും. ഞാൻ കൊടുക്കുന്ന മെയിൻ വളം ഏതാണെന്ന് നമ്മൾ ഇത് വിളവെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. അതുകൊണ്ടോ, ഇതുപോലത്തെ ഒറ്റ ഒരു മുളക് മതി നമുക്കൊരു കറിക്കകത്തിടാനായിട്ട്. നല്ല എരിവുള്ള മുളകാണിത്, നിറയെ കായ്ക്കുകയും ചെയ്യും. നമ്മൾ മുളക് തൈയൊക്കെ നട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നട്ട് കൊടുത്താലും മതി, നമുക്ക് നല്ല വിളവ് കിട്ടും. ഞാൻ എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത്, എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം അടിവളമായി ഉപയോഗിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത്. ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് തൈകൾ നട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു കൊല്ലയൊക്കെ ഉണ്ടോ, നിറയെ മുളക് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കൊല്ലയാണ്. നമ്മുടെ അടുക്കളയിൽ പാഴാക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി. മുളകിൽ നല്ല വിളവ് കിട്ടും. പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും നമ്മൾ പച്ചമുളകിന് കൊടുക്കേണ്ട കാര്യമില്ല. നിറയെ മുളക് കായ്ക്കുകയും ചെയ്യും. നമ്മുടെ പഴുത്തത് മാത്രം ഇപ്പം നമുക്ക് പറിച്ചെടുക്കാം. മുളക് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ മുളകൊക്കെ ഒരു ചുവടെങ്കിലും നട്ട് കൊടുക്കുക. അതുകൊണ്ട് നിറയെ കായ്ക്കുകയും ചെയ്യും. ഒരു ചെറിയ മുളകൊക്കെ കണ്ടോ, നിറച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ മുളകൊക്കെ നിറയെ കായ്കളുണ്ട്. ഇത് നമ്മുടെ ഒരു പഴയ മുളകാണ്, കഴിഞ്ഞ വട്ടം വെച്ച് കൊടുത്ത മുളകാണ്. ആ മുളകിലും ഉണ്ട് നിറയെ മുളക് പിടിച്ച് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ പഴുത്ത് കിടക്കുന്നത് മാത്രമാണ് നമ്മൾ വിളവെടുക്കുന്നതുണ്ടോ. ഉണങ്ങാൻ തുടങ്ങി. കൊല്ലയിലിങ്ങനെ മുളക് പഴുത്ത് കിടന്നാലും നമ്മുടെ കൊല്ല പോകുമെന്നാണ് പറയാറുള്ളത്. മുളക് ഇനിയും പഴുത്ത മുളക് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സപ്ലൈകോയിൽ നിന്നൊക്കെ മുളക് വാങ്ങിക്കുമ്പോൾ ആ കവറിനടിയിലൊക്കെ മുളകിൻ്റെ അരികൾ കാണും. ആ മുളകരിയാണെങ്കിലും എടുത്ത് പാകി കൊടുത്താൽ മതി, നമുക്ക് മുളക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് വളം കൂടെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറയെ മുളക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ. കൊല്ലപ്പഴുത്ത് നിൽക്കുന്നുണ്ടോ മുളക്. നമുക്കിങ്ങനെ വിളവെടുക്കുന്നതിനേക്കാൾ സന്തോഷം നമ്മൾ ഓരോ കൃഷി ചെയ്യുമ്പോഴും
അതിലിങ്ങനെ വിളവ് ഉണ്ടായി കിടക്കുന്ന കാണാനായിട്ടാണ് സന്തോഷം. ഇത് കണ്ടോ, ഇതൊക്കെ ചെറിയ കൊല്ലയാണ്, ഇതിലൊക്കെ മുളക് പിടിച്ചേക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല. നമ്മൾ പഴുത്തത് മാത്രം മതി നമുക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ പറിച്ച് വെച്ച് വെറുതെ കളയണ്ട. ഇത് കണ്ടോ, ഇതിലെല്ലാം നിറയെ മുളകാണ്. നിങ്ങളും കൃഷിയൊക്കെ ചെയ്യുക. വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ കൃഷി ചെയ്ത് എടുക്കുക. 2 പച്ചമുളക്, 2 വഴുതന, 2 വെണ്ട, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. തക്കാളിയൊക്കെ, വെണ്ടയൊക്കെയാണ് നമ്മൾ പാഴ് കൊടുത്താൽ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് കിളിർത്ത് ചെയ്യും. പിന്നീട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് നിറയെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ മുളകിന് മെയിനായിട്ട് കൊടുക്കുന്ന വളമാണ് നമ്മൾ ഈ ബക്കറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക, അതിലേക്ക് 1 ചിരട്ട ചാരം ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വൈകുന്നേരം അത് നേർപ്പിച്ച് നമ്മുടെ പച്ചമുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന വളം. ഇതിപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അന്ന് രാവിലെ നമ്മൾ ചാരം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നമ്മുടെ പച്ചമുളക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതുപോലെ പച്ചമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് നേർപ്പിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന വളമാണ്. മുളകിന് ഈ ഒരു വളം മാത്രം നമ്മൾ കൊടുത്താൽ മതി, നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഈ വളങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ മുളക് എടുത്തത് കണ്ടോ, ഈ ഒരു പാത്രത്തിൽ ഇത്രയും മുളക് ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇത് കൂടുതലും പഴുത്തതാണ്. ഇനി നമുക്ക് നിറയെ മുളകുകൾ നിൽപ്പുണ്ട്. നമുക്ക് അധികം മുളകിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രമേ വിളവ് എടുത്തിട്ടുമുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ മുളക് നട്ടിട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാ ദിവസവും മുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊല്ല നിറയെ നമുക്ക് മുളക് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് ഒരു പൈസയും ചിലവാക്കാതെ ചെയ്യാൻ പറ്റുന്ന വളങ്ങളാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.